പണ്ടെങ്ങും ഇല്ലാത്ത വിധം ദിവസവും ആയുധ പരീക്ഷണത്തിൽ ഏർപ്പെടുകയാണ് ഇന്ത്യ. ഏതെങ്കിലും ഒരു ആയുധം പരീക്ഷിക്കുകയോ പുറത്തിറക്കുകയോ ചെയ്യുകയാണ് ഇന്ത്യ. ഇത് ഒരു വൻ ശക്തിയിലേക്കുള്ള യാത്രയാണ് ഇന്ത്യയുടെ. ചുറ്റിനും ശത്രുക്കളും എതിരാളികളും പെരുകുമ്പോൾ ഇന്ത്യയെപ്പോലൊരു മഹാരാജ്യത്തിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 7 ദിവസവും ഏതെങ്കിലുമൊക്കെ ഒരു ആയുധം പരീക്ഷിക്കുന്ന തലത്തിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ട്. പണ്ട് വല്ലപ്പോഴും മാത്രം കണ്ടിരുന്ന ആയുധ പരീക്ഷണങ്ങൾ ഇപ്പോൾ ദിവസവും സംഭവിക്കുന്നുണ്ട്. മിസൈലുകളുടെ ഒരു പരമ്പര തന്നെ ഇന്ത്യ പുറത്തിറക്കുന്നുണ്ട്. അതുപോലെ പുതിയ പുതിയ കപ്പലുകളും അന്തർവാഹിനികളും അങ്ങനെ വിവിധ ആയുധങ്ങൾ ഇന്ത്യ പരീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പരീക്ഷിച്ചത് പൃഥ്വി 2-ഉം അഗ്നി 1-ഉം മിസൈലുകളാണ്. ഇതിൻ്റെ ഹ്രസ്വദൂര പതിപ്പുകളാണ് ഇന്നലെ പരീക്ഷിച്ചത്. വിജയകരമായി തന്നെയാണ് പരീക്ഷിച്ചത്. ഈ മിസൈൽ ആയുധശേഖരം ഇന്ത്യയുടെ ആയുധശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. പാകിസ്ഥാനുമായുള്ള സമീപകാല സംഘർഷത്തിനും ലോകത്തിലെ സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ തങ്ങളുടെ സേനയും പ്രതിരോധശേഷിയും ശക്തിപ്പെടുത്തേണ്ടത് നിർണായകമാണെന്ന് മനസ്സിലാക്കുന്നു. സമീപ വർഷങ്ങളിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ മുൻനിര കയറ്റുമതിക്കാരായി രാജ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യയിൽ നിർമ്മിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിൻ്റെ കഴിവ് ലോകം കണ്ടു. ഇപ്പോൾ മിസൈൽ ആയുധശേഖരം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ അതിൻ്റെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളായ പൃഥ്വി 2, അഗ്നി 1 എന്നിവ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂരിലെ ഒരു സംയോജിത പരീക്ഷണ കേന്ദ്രത്തിലാണ് ഈ പരീക്ഷണ വിക്ഷേപണം നടത്തിയത്. ഈ വിക്ഷേപണങ്ങൾ എല്ലാം പ്രവർത്തനപരവും സാങ്കേതികപരവുമായ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു. സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിൻ്റെ കീഴിലാണ് പരീക്ഷണങ്ങൾ നടന്നത്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. അഗ്നി 1 മിസൈൽ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അതേസമയം പൃഥ്വി 2 പിന്നീട് ചാന്ദിപ്പൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലെ ലോഞ്ച് പാഡ് നമ്പർ 3-ൽ നിന്ന് പരീക്ഷിച്ചു. പൃഥ്വി 2-വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 350 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണിത്. സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡാണ് അഗ്നി 1 എന്ന ഒരു ഇടത്തരം ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത്. അഗ്നി 1-ൻ്റെ പ്രത്യേകത എന്താണ്? 700 മുതൽ 900 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു ഹ്രസ്വ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 1. അതായത് 700-900 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഏത് ലക്ഷ്യത്തെയും ഇതിന് തകർക്കാൻ സാധിക്കും. പൃഥ്വി സീരീസ് മിസൈലുകളും അഗ്നി മിസൈലുകളും തമ്മിലുള്ള വിടവ് നികത്തുന്നതിനാണ് തന്ത്രപരമായ ആയുധ സംവിധാനം പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1000 കിലോഗ്രാം ഭാരം വഹിക്കാൻ ഇതിന് കഴിയും. ആണവ പോർമുന വഹിക്കാനും അഗ്നി 1 പ്രാപ്തമാണ്. കൂടാതെ ഇന്ത്യയുടെ വിശ്വസനീയമായ പ്രതിരോധശേഷിയുടെ ഒരു പ്രധാന ഘടകമാണിത്. പൃഥ്വി 2-ൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ വികസന പരിപാടിയുടെ കീഴിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO വികസിപ്പിച്ചെടുത്ത ഒരു ഉപരിതല ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണിത്. മിസൈലിന് ഏകദേശം 250 മുതൽ 350 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. പരമ്പരാഗതവും ആണവ പോർമുനകളും വഹിക്കാൻ ഇതിന് കഴിവുണ്ട്. ഒരു ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ ഒരു നൂതന നാവിഗേഷൻ സിസ്റ്റം സംഘടിപ്പിക്കുന്നു. പാകിസ്ഥാനും ചൈനയും എന്തുകൊണ്ട് ജാഗ്രത പാലിക്കണം? ഇന്ത്യയുടെ അഗ്നി 1 മിസൈലിന് 700 മുതൽ 900 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നിവയുൾപ്പെടെ പ്രധാന പാകിസ്ഥാൻ നഗരങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിയും. അതേസമയം പൃഥ്വി 2 മിസൈലിന് 350 കിലോമീറ്റർ ദൂരപരിധിയാണ്. ഇന്ത്യയുടെ പ്രകടമായ സൈനിക ശേഷി കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാനിലും ചൈനയുടെ ചില ഭാഗങ്ങളിലും ഈ മിസൈലുകളുടെ സാധ്യത വളരെ പ്രധാനമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഹ്രസ്വദൂര പതിപ്പുകളാണ്. അഗ്നിയുടെ ദീർഘദൂര പതിപ്പുകൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള പ്രഹരശേഷി കൂടിയ അഗ്നിയുടെ അഗ്നി 5 പോലുള്ളവ നമ്മൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് 10,000 കിലോമീറ്ററോളം റേഞ്ചുള്ളതാണ്. ഇത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഹ്രസ്വദൂര പതിപ്പുകളാണ്.